ഏവർക്കും പുതിയൊരു അധ്യായത്തിലേക്ക് ഹാർദവമായ സ്വാഗതം. ഈ അധ്യായത്തിൽ നമ്മൾ വിശകലനം ചെയ്യുന്നത് ഉത്രം നക്ഷത്രത്തിൻ്റെ 2025 ആണ്ട് ജൂലൈ ആഗസ്റ്റ് മാസങ്ങളിലെ ഗുണദോഷ ഫലങ്ങളാണ്. ഞാൻ ആദ്യമായി ഒന്ന് പറഞ്ഞുകൊട്ടെ, ഇത് ഉത്രം നക്ഷത്രത്തിൽ പിറന്നവരുടെ പൊതുവായ ഫലമാണ് നമ്മളിവിടെ വിശകലനം ചെയ്യുന്നത്. നിങ്ങൾക്ക് ഓരോരുത്തർക്കും വ്യക്തിഗത ഫലം ലഭിക്കുന്നതിനായിട്ട് നിങ്ങളുടെ ജാതകം ഒരു ഉത്തമനായ ജ്യോതിഷിയെ കാണിച്ച് രാശി ചിന്തനം നടത്തി മുന്നോട്ട് പോകുന്നതായിരിക്കും എന്തുകൊണ്ടും നല്ലത്. ഇനി പൊതുവായ ഫലത്തിലേക്ക് വരാം. ഈ ഉത്രം നക്ഷത്രത്തിൽ പിറന്നവർക്ക് 2025 ആണ്ട് ജൂലൈ ആഗസ്റ്റ് മാസം ഗുണദോഷ സമ്മിശ്രമായിട്ട് കാണുന്നു. ഇതിലെടുത്തു പറയേണ്ടത്, നിങ്ങൾക്ക് സാമ്പത്തിക കാര്യങ്ങളിലൊക്കെ കാലം നേട്ടത്തിൻ്റെ തന്നെയായിരിക്കും. ധനപരമായിട്ടുള്ള ഗുണങ്ങൾ ഒത്തിരി ഉണ്ടാകും. നിങ്ങൾ സഹോദരങ്ങളെയൊക്കെ നന്നായിട്ട് സ്നേഹിക്കുന്നൊരു സമയമാണ്. ആത്മാർത്ഥത കാണിക്കുന്നതാണ് സഹോദരങ്ങളോട്. നിങ്ങളുടെ തൊഴിൽ മേഖലയിലൊക്കെ ക്രിയാത്മകമായിട്ടുള്ള ഉയർച്ചകളൊക്കെ ഉണ്ടാകും. അടിവെച്ച് ഉയർച്ച ഉണ്ടാവും. കുടുംബ ബന്ധങ്ങളുടെ അകൽച്ചയൊക്കെ നിങ്ങൾക്ക് മാറിക്കിട്ടുന്നൊരു സമയമാണ്. കടബാധ്യതയിൽ നിന്നൊക്കെ നിങ്ങൾക്ക് മോചനമുണ്ടാവുന്ന സമയമാണ്. മാനസികമായിട്ടൊക്കെ ഒത്തിരി സന്തോഷമുണ്ടാകുന്ന സമയമാണ്. എന്നാൽ സ്വജനങ്ങളുടെ ചതിയിൽപ്പെടാൻ സാധ്യതയുള്ളത് കൊണ്ട് നിങ്ങളൊന്ന് സൂക്ഷിക്കേണ്ടതുമാണ്. ധനപരമായിട്ടുള്ള കാര്യങ്ങളിലോ ബോണ്ടിലൊക്കെ ഒപ്പിടുമ്പോൾ സൂക്ഷിക്കുക. ചെക്കിലൊക്കെ ഒപ്പിടുമ്പോൾ സൂക്ഷിക്കുക. ആർക്കെങ്കിലും പണം കടം കൊടുക്കുകയാണെങ്കിൽ സൂക്ഷിക്കുക. മറ്റുള്ളവർക്ക് ജാമ്യം നിൽക്കാതിരിക്കുക. അനാവശ്യമായിട്ടുള്ള കാര്യങ്ങളിൽ സ്വജനങ്ങളുടെ ബന്ധുക്കളുടെയൊക്കെ കാര്യങ്ങളിൽ ഇടപെടാൻ പോകാതിരിക്കുക. ഈ സമയത്ത് നിങ്ങൾ സൂക്ഷിക്കേണ്ടതാണ്. ബുധൻ ശനി ദിവസങ്ങളിലെ യാത്രകൾ കഴിയാവുന്നതും നിങ്ങൾ ഒഴിവാക്കേണ്ടതാണ്. ആ സമയത്ത് ഒരു കാരണവശാലും യാത്ര ചെയ്യരുത്. വരവ് ചിലവ് കണക്കുകളൊക്കെ പൊരുത്തപ്പെട്ടു പോകാൻ ബുദ്ധിമുട്ടുന്ന ഒരവസ്ഥ ഉണ്ടാകുന്ന സമയമാണ് ഈ ജൂലൈ ആഗസ്റ്റ് മാസം. കാർഷിക രംഗത്തുള്ളവർക്ക് കാലം അനുകൂലമായിട്ട് കാണുന്നു. നിങ്ങൾക്ക് വൻ സാമ്പത്തിക നേട്ടമാണ് കാർഷിക രംഗത്ത് കാണുന്നത്. ഉദ്യോഗസ്ഥർക്ക് കാലം അനുകൂലമാണ്. മേലുദ്യോഗസ്ഥരുടെ പ്രീതി നേടിയെടുക്കാൻ സാധിക്കുന്ന ഒരു സമയമാണ്. ചിലർക്കൊക്കെ മാതാപിതാക്കളുടെ സ്വത്തുക്കളൊക്കെ കൈവശം വന്നു ചേരാനുള്ള ഭാഗ്യമുണ്ട്. നിങ്ങൾ സഹോദരങ്ങൾക്കും ബന്ധുക്കൾക്കും വേണ്ടി അക്ഷീണം പ്രയത്നിക്കുന്നതാണ്. വിദ്യാഭ്യാസ രംഗത്ത് ഉയർച്ചയാണ് കാണുന്നത്. വിദ്യാർത്ഥികൾക്കും ഗുണകരമായിട്ടുള്ള സമയം കാണുന്നു. നിങ്ങൾക്ക് കോടതി കേസുകളിലൊക്കെ അനുകൂല വിധി പ്രതീക്ഷിക്കാവുന്ന ഒരു സമയമാണ് ജൂലൈ ആഗസ്റ്റ് മാസം. എന്നാൽ നാൽക്കാലികളിൽ നിന്നൊക്കെ പ്രയോജനം നന്നേ കുറഞ്ഞിരിക്കുന്ന ഒരു സമയമാണ്. കൊടുക്കൽ വാങ്ങലാതെ ക്രയവിക്രയങ്ങളിലൊക്കെ വിജയമുണ്ടാകുന്ന സമയമാണ് ജൂലൈ ആഗസ്റ്റ് മാസം. ചില നക്ഷത്രക്കാർക്ക് ഉദരസംബന്ധമായിട്ടുള്ള ചില രോഗങ്ങളുണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് പുറത്തുനിന്നുള്ള ഭക്ഷണമൊക്കെ കഴിയാവുന്ന ഒഴിവാക്കുക. മത്സ്യമാംസാദികളൊക്കെ കഴിയാവുന്ന ഒഴിവാക്കുക. പഴകിയ ഭക്ഷണങ്ങൾ കഴിക്കാതിരിക്കുക. കഴിവതും ഗൃഹത്തിലെ ഹോംലി ഫുഡ് തന്നെ കഴിക്കുക. വീട്ടിലുണ്ടാകുന്ന ഭക്ഷണം തന്നെ ചൂടോടുകൂടി കഴിക്കുന്നതായിരിക്കും നല്ലത്. ഉദരസംബന്ധമായിട്ട് എന്തെങ്കിലും വ്യാധികൾ കണ്ടു കഴിഞ്ഞാൽ സ്വയം ചികിത്സ ഒഴിവാക്കി എത്രയും പെട്ടെന്ന് നല്ലൊരു ഡോക്ടറെയോ വൈദ്യനെയോ ഒക്കെ കണ്ട് ഔഷധങ്ങൾ സേവിക്കുന്നതായിരിക്കും ഉത്തമം. നിങ്ങൾ അയൽക്കാരുമായിട്ടൊക്കെ അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ചെറിയ തർക്കങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ചില കോടതി വ്യവഹാരങ്ങളിലേക്കൊക്കെ അത് പോകാനുള്ള സാധ്യതയുണ്ട്. കഴിയാവുന്നൊരു മധ്യസ്ഥതയിൽ കാര്യങ്ങൾ രമ്യമായി പരിഹരിച്ച് പോകുന്നതായിരിക്കും ഇരുകൂട്ടർക്കും നല്ലത്. ഇത്രയൊക്കെ ആയിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ഈ മാസത്തിലെ ഫലങ്ങളായി. ഇതിലെടുത്തു പറയേണ്ട ചില പ്രശ്നങ്ങൾ ഒഴിച്ചാൽ കാലം അനുകൂലമാണ്. എടുത്തു പറയേണ്ട ഇതിലും പോരായ്മകളായിട്ട് നിൽക്കുന്ന നിങ്ങളുടെ മോശം ഫലങ്ങളുടെ കാഠിന്യം കുറയ്ക്കാനായിട്ട് നിങ്ങൾ വെള്ളിയാഴ്ച ദിവസങ്ങളിലൊക്കെ വിഘ്നേശ്വര ഭഗവാനെ ധ്യാനിക്കുക. വിഘ്നേശ്വര ക്ഷേത്രം ദർശിക്കുക. വേണ്ട കർമ്മങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ, വഴിപാടൊക്കെ ചെയ്തു കഴിഞ്ഞാൽ കാലം ഒരുവിധം മംഗളമായി മാറുന്നതാണ്. ഭഗവാന്റെ കാരണത്താൽ എല്ലാവർക്കും നല്ലൊരു മാസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. തുടർന്നുള്ള മാസങ്ങളിലെ വീഡിയോ കൃത്യമായി ലഭിക്കുന്നതിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.